ശ്രീ കോന്നി ഗോപകുമാർ, ഈ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ അപകടകരമായി മുമ്പോട്ട് പോകുന്ന ഒരു കാര്യമാണ് മതപരിവർത്തനം. പല സംസ്ഥാനങ്ങളിലും അത് രൂക്ഷമായിട്ട് തന്നെ നടക്കുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലേ? അല്ല, മതപരിവർത്തനം കുറച്ചു കാലമായിട്ട് ഇന്ത്യയിൽ വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. മതപരിവർത്തനം ഇന്ത്യയിൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയത് 2004 2014 UPA സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു. നമുക്കറിയാമല്ലോ, 2013 ഈ വഖഫ് നിയമം കൂടുതൽ കടുപ്പിച്ച് വഖഫ് ട്രൈബ്യൂണൽ വരികയും അതിന് അപ്പീൽ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുകയും സുപ്രീം കോടതിയുടെ പോലും മുകളിൽ ട്രൈബ്യൂണലിനെ പ്രതിഷ്ഠിക്കാൻ ശ്രമം നടത്തിയൊക്കെ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റാണ്. അതിലാണല്ലോ നിയമ ഭേദഗതി ആവശ്യപ്പെടുന്നത്. ഗവൺമെൻറ് മൻമോഹൻ സിംഗിൻ്റെ ആണെന്നേ ഉള്ളായിരുന്നു. പക്ഷേ മൻമോഹൻ സിംഗിന് കാര്യമായിട്ട് അവിടെ റോളൊന്നും ഇല്ലായിരുന്നല്ലോ. തീരുമാനമെല്ലാം എടുക്കുന്നത് സോണിയാഗാന്ധി ആയിരുന്നു, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ ഇവിടെ ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ ക്രൈസ്തവരുടെ എണ്ണം ക്രമാതീതമായിട്ട് കുറയുകയാണ്. പല പള്ളികളും ബാറുകളായിട്ട് മാറുന്നു. പള്ളികൾ ബാറുകളായിട്ട് എല്ലാവരും പറഞ്ഞു. ചാണ്ടിയമ്മൻ തന്നെ പറഞ്ഞില്ലേ പള്ളികൾ ബാറായിട്ട് മാറുകയാണ്. അത് ചാണ്ടിയമ്മൻ പറയണമെന്നില്ല, നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ ക്രൈസ്തവ മതത്തിൽ നിന്നും കൂടുതൽ ആളുകൾ ദൈവവിശ്വാസമില്ലാത്ത എത്തിസ്റ്റുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സ്വീഡന്, ഡെൻമാർക്ക്, ഈ രാജ്യങ്ങളിലൊക്കെ മതമില്ലാത്തവരുടെ എണ്ണമാണ് കൂടുതൽ. ഇതൊക്കെ ക്രൈസ്തവ രാജ്യമായിരുന്നു. അവിടെ നിന്ന് അവർ മതം ഉപേക്ഷിക്കുകയാണ്. അമേരിക്കയിലും മതം ഉപേക്ഷിക്കുകയാണ്. മതം അവർക്ക് ആവശ്യമില്ല. ദൈനംദിന ജീവിതത്തിൽ മതം അവർക്ക് ആവശ്യമില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉള്ള രാജ്യം മതമില്ലാത്ത രാജ്യമാണ്. അതൊരു സത്യമാണ്. ഈ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം മതമാണല്ലോ. തീർച്ചയായിട്ടും. മതമില്ലെങ്കിൽ മര്യാദയ്ക്ക് മനുഷ്യന് ജീവിക്കാനൊക്കും. അതുകൊണ്ടാണ് സ്വീഡൻ, ഡെൻമാർക്ക്, നോർവേ, ഈ രാജ്യങ്ങളിലൊക്കെ ഈ ശരാശരി ഹാപ്പിനെസ്സിൻ്റെ റേറ്റ് വളരെ കൂടുതലുള്ള രാജ്യമാണ്. സുഖകരമായ ജീവിതത്തോടെ അവിടെ ബഹുഭൂരിപക്ഷം ആളുകളും മതമില്ലാത്ത ആളുകളാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത്, അവിടെ നഷ്ടപ്പെടുന്ന മതവിശ്വാസികളെ കൂടുതൽ പിന്നെ കിട്ടണമെങ്കിൽ ഇന്ന് ബാലൻസ് ചെയ്യണ്ടേ, കൂടുതൽ ഇത് കിട്ടണമെങ്കിൽ പിന്നെ ഏക മാർഗം ഏറ്റവും അധികം ജനസംഖ്യയുള്ള ഇന്ത്യയിലോ ചൈനയിലോ ആണ്. മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ ചൈനയിൽ ചെന്നാൽ മിക്കവാറും തിരിച്ചിങ്ങോട്ട് പോരുന്ന പരിപാടി കാണത്തില്ല. ആ സ്ഥിതിയാണല്ലോ. ചൈനയിൽ ശക്തമായ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഇരിക്കുന്നിടത്ത് മതപരിവർത്തനമൊന്നും പറ്റില്ലല്ലോ. പിന്നെ നിൽക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഏഷ്യയിലോട്ട് വരികയാണെങ്കിൽ ഇന്തോനേഷ്യ ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം, അവിടെ മതപരിവർത്തനം കൊണ്ടില്ലായിരിക്കും. പിന്നെ വേറെ ഏത് രാജ്യത്തെ പാകിസ്ഥാനി മതപരിവർത്തനം കൊണ്ടില്ലായിരിക്കും, ബംഗ്ലാദേശ് ചെല്ലാനൊക്കെ. എങ്കിലും അവിടെയൊക്കെ ചില കടന്നുകയറ്റങ്ങൾ ഇവർ നടത്തുന്നുണ്ട്, ഈ പെന്തക്കോസ്ത് സഭകൾ നടത്തുന്നുണ്ട്. ഇവിടെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2004 2014 കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് കാലഘട്ടത്തിൽ കോടിക്കണക്കിന് രൂപയാണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അനുസരിച്ച് FCRA അനുസരിച്ച് ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തിയത്. ഈ ഒഴുകിയെത്തിയതിൽ വലിയൊരു ശതമാനം പണവും മതപരിവർത്തനത്തിനായിട്ടാണ് അവർ വിനിയോഗിച്ചത്. പണം കൊടുത്തോ പ്രലോഭിപ്പിച്ചോ. അപ്പം പട്ടിണി കിടക്കുന്ന വിവേകാനന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പട്ടിണിക്കാരനൊരു മനുഷ്യൻ്റെ മുന്നിൽ ദൈവം പോലും അപ്പത്തിൻ്റെ രൂപത്തിലേ പ്രത്യക്ഷപ്പെടൂ. അപ്പോൾ ആഹാരം കൊടുക്കുന്നവൻ എന്ത് പറഞ്ഞാലും ജനം കേൾക്കും. പ്രത്യേകിച്ച് ഹിന്ദുമതത്തിലെ ശക്തമായ ജാതി വ്യവസ്ഥ കൂടെ നിലനിൽക്കുന്നതുകൊണ്ട് പലതരത്തിലും അടിച്ചമർത്തപ്പെട്ടവർ അവൻ പട്ടിണി കൂടെ കിടന്നാൽ മതം മാറുമല്ലോ. അല്ല, മതത്തിലെ തത്വസംഹിതയിൽ വിശ്വസിച്ചോ മതവിശ്വാസം പുലർത്തിയൊന്നും അല്ല അവർ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മതപരിവർത്തനം അവിടെ നടക്കുന്നുണ്ട്. ട്രൈബൽ ഏരിയയിൽ ഇവർ ചെയ്യുന്നൊരു കാര്യം വെച്ചാൽ, ഈ ട്രൈബൽ ഏരിയയിൽ അത് പ്രോപ്പർ ഹിന്ദുമതമാണെന്ന് പറയാൻ പറ്റില്ല. അവർക്ക് ട്രൈബൽ ഗോഡ്സ് ഉണ്ട്. ചില കല്ലുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പ്രഖ്യാപിത ഹിന്ദുമതത്തിൽ നിന്ന് വ്യത്യസ്തമായ ആരാധനാ രീതികളുള്ള പല ദേവാലയങ്ങളും പിന്നെ നമ്മുടെ ഇവിടെ കേരളത്തിൽ തന്നെയുണ്ട്. ഉദാഹരണത്തിന് കോന്നിക്കടുത്ത് കല്ലേലി എന്ന് പറയുന്ന HNC എസ്റ്റേറ്റിനടുത്ത് കല്ലേലി അപ്പൂപ്പൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. എൻ്റെ ചെറുപ്പസമയത്ത് ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ അവിടെ നിന്നൊരു 8-10 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ കല്ലേലി അപ്പൂപ്പൻ അതുവഴി പോകുന്ന കാട്ടിലോട്ട് പോകുന്ന ആളുകൾ, കാട്ടിൽ കൂടെ കടന്നു പോകുന്ന ആളുകൾ അവിടെ ഒരു കല്ല് വെച്ചിട്ടുണ്ട്, അപ്പൂപ്പനാണ്. ആ അപ്പൂപ്പൻ്റെ മുന്നിൽ ഒന്നുകിൽ അവർ ചിലർ വെറ്റയും പാക്കും വെക്കും, ചിലർ പുകയിൽ വെക്കും, ചിലർ ഒരു കുപ്പി കള്ള് വെക്കും, അല്ലെങ്കിൽ ഭാറ്റിയാരായും വെക്കും, എന്തെങ്കിലും വെക്കും. വെച്ചിട്ട് അപ്പൂപ്പൻ എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ടേ പോവുള്ളൂ. അപ്പൂപ്പൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ദൈവത്തിൻ്റെ കൺസെപ്റ്റല്ല. നമ്മുടെ കാരണവർ മരിച്ചു പോയാൽ നമ്മുടെ കാരണവരുടെ ആത്മാവ് അവിടെ ഇരിക്കുക, പിതൃക്കൾ, അവരുമായിട്ടുള്ളൊരു ബന്ധം പ്രത്യേക. അപ്പൂപ്പൻ്റെ അടുത്ത് ചെല്ലുന്ന കൊച്ചുമോൻ അപ്പൂപ്പൻ്റെ അടുത്ത് ചെല്ലുകയല്ലേ. ആ ക്ഷേത്രത്തിൽ അവിടെ പൂജകൾ നടത്തുന്നത് കുറവ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. ഞായറാഴ്ച അങ്ങൊന്ന് പോയാൽ മണിക്കൂറുകളോളം അവിടെ ട്രാഫിക് ബ്ലോക്കാണ്, മണിക്കൂറുകളോളം. അവിടെ ചെന്ന് തേങ്ങ ഉടയ്ക്കുക. മറ്റേ നമ്മുടെ ഈ പരമ്പരാഗതമായ അമ്പലത്തിൻ്റെ പോലെ പൂജാരികൾ അവിടെ ഇല്ല. അവരാരും പൂണുനൂല് ധരിച്ച ആളുകളല്ല. ഞാനീ പറഞ്ഞ പോലെ കുറവ് സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അവർ. പക്ഷേ ഭംഗിയായിട്ട് ആ ക്ഷേത്രം കൊണ്ടുപോകുന്നുണ്ട്.
അവിടെ ചെന്ന് ഏത് പിന്നെ പിന്നെ ഉയർന്ന ജാതിയോ താഴ്ന്ന ജാതിയോ ഒന്നുമില്ല. ഏത് വിഭാഗത്തിൽ ചെല്ലുന്നവനും അവിടെ തൊഴുത് കൈകൂപ്പി നിൽക്കുകയാണ്. അവിടുത്തെ പൂജാരിയെ, ക്ഷേത്രത്തിലെ പൂജാരിയെ പോലെ അവിടെ ചെല്ലുന്ന ആളുകൾ ബഹുമാനിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. വളരെ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായ പ്രാർത്ഥനയാണ്. അപ്പോൾ പിന്നെ വെറ്റയും പാക്കും 2 നാളികേരവും കൊടുത്താൽ മതി. അതിനപ്പുറത്ത് വേറെ പരിപാടികളൊന്നുമില്ല അവിടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതൊരു ഗോത്ര സംസ്കൃതിയുടെ ഭാഗമാണ്. ഉത്തരേന്ത്യയിലേക്ക് കടന്നുകൂടിയ ഈ പെന്തക്കോസ്ത് പാസ്റ്റർമാർ ഇവരെ മതം മാറ്റിയിട്ട് അവരുടെ പാരമ്പര്യത്തിനെ തകർക്കാൻ ശ്രമിച്ചു. ഈ പെന്തക്കോസ്ത് പാസ്റ്റർമാരുടെ പ്രശ്നം വെച്ചാൽ അവരേകമായി മതവിശ്വാസികളാണ്. സെമറ്റിക് മതങ്ങളെല്ലാം ഏക മതത്തിൽ വിശ്വസിക്കുന്ന മതങ്ങളാണ്. ഹിന്ദുമതത്തിന് ആരെ വേണമെങ്കിലും ദൈവമായിട്ടെടുക്കാം. ബുദ്ധനെ പോലും അവതാരമാക്കി മാറ്റിയില്ല. അത് പറ്റും. ഹിന്ദുക്കൾക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. മറ്റൊരൊറ്റ മതമേ ഉള്ളൂ, ഒരു വിശുദ്ധ പുസ്തകമേ ഉള്ളൂ. അപ്പോൾ ഒരു മതത്തിൽ, ഒരു വിശുദ്ധ പുസ്തകത്തിൽ മാത്രം വിശ്വാസമൂന്നി നിൽക്കുന്ന മതങ്ങളാണ് സെമറ്റിക് മതം. സെമറ്റിക് മതങ്ങളാണ് മുസ്ലിം മതവും ക്രിസ്ത്യൻ മതവും സെമറ്റിക്കാണല്ലോ. അപ്പോൾ അവരവിടെ ചെല്ലുമ്പോൾ അവരാദ്യം ചെയ്തത് ഈ ആദിവാസികളിടയിൽ നിൽക്കുന്ന ഈ ആരാധനാ രീതികളെ അവർ തകർക്കാൻ ശ്രമിച്ചു. ആഹാരം കിട്ടാൻ അവർ ക്രിസ്തുമതം സ്വീകരിച്ചു. വിശ്വാസത്തിൻ്റെ ഭാഗമൊന്നുമല്ല, അത് വെറും ആഹാരം കിട്ടാനായിട്ട് സ്വീകരിച്ചു. അവരുടെ മതവിശ്വാസത്തെ, അവരുടെ വിശ്വാസങ്ങളെ, അവരുടെ ദൈവങ്ങളെ തൊട്ടപ്പോൾ അവർ റിയാക്ട് ചെയ്തു. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത്, യു.പിയിലെ ഒരു ഗ്രാമത്തിൽ, ആദിവാസികൾ താമസിക്കുന്ന ഒരു ഗ്രാമത്തിൽ ഒരു പാസ്റ്ററുടെ മൃതശരീരം സംസ്കരിക്കാൻ പറ്റില്ല എന്നവർ പറഞ്ഞു. ഗ്രാമവാസികൾ ഒന്നോടൊന്നോ പറഞ്ഞു പാസ്റ്ററുടെ മൃതശരീരം സംസ്കരിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഇവിടെ അപകടകരമായ രീതിയിൽ നടക്കുന്ന മതപരിവർത്തനം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന മതസൗഹാർദ്ദം നശിപ്പിച്ചു കളയുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പം അങ്ങേക്ക് ഹിന്ദുവോ മുസ്ലിമോ ആണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആകണമെങ്കിൽ ഒരു തടസ്സവുമില്ല, നമുക്കത് സ്വീകരിക്കാം. പക്ഷേ പാവപ്പെട്ടവൻ്റെ കുടിലുകളിൽ ചെന്നിട്ട് അവൻ ആഹാരം കൊടുത്ത് തെറ്റിദ്ധരിപ്പിച്ച് അവനെ മതം മാറ്റുന്നൊരു സമ്പ്രദായം കർശനമായിട്ട് നിരോധിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ അതാണ് ഇപ്പം യു.പിയിലെ മതപരിവർത്തന നിരോധന നിയമം യു.പി അസംബ്ലി പാസ്സാക്കിയിട്ടുണ്ട്. അതനുസരിച്ചാണ് പത്തനംതിട്ടക്കാരായ ഒരു ദമ്പതികളെ, അവരെ 2 പേര്, ഭാര്യയും ഭർത്താവിനെയും 25,000 രൂപയും അതുപോലെ തന്നെ 5 വർഷത്തെ യു.പിയിലെ ലക്നോ കോടതി വിധിച്ചത്. മതപരിവർത്തന നിയമം അനുസരിച്ച് അവർ ചെയ്തത് തെറ്റാണ്. ഇവിടെയുള്ള പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇത് വളരെ സെൻസിറ്റീവായൊരു വിഷയമാണ്. സഭകളെ ഇപ്പം മതപരിവർത്തനം നടത്താൻ സുറിയാനി സഭക്കാർ പോവില്ല. കാരണം സുറിയാനി സഭക്കാർ തന്നെ വിശ്വസിക്കുന്നത്, സിറിയൻ ക്രിസ്ത്യൻ വിശ്വസിക്കുന്ന അവർ ഈ ബ്രാഹ്മണ പാരമ്പര്യമൊക്കെ ആണല്ലോ അവരുടെ വിശ്വാസങ്ങളൊക്കെ. അപ്പം ഹിന്ദുക്കളിൽ തന്നെ സുറിയാനി ക്രിസ്ത്യാനികളുമായിട്ട് നല്ല ബന്ധമായിരുന്നു. അതുകൊണ്ടാണ് പണ്ട് പറച്ചിലുണ്ടായിരുന്നു, മർത്തോമ സഭയൊക്കെ സുറിയാനി സഭയെന്ന് പിന്നീട് വന്ന റവല്യൂഷണറിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ സുറിയാനി സഭകളിൽ തന്നെ ഒരുപാട് റവല്യൂഷൻസ് പിന്നീട് വന്നു. അപ്പം ഓർത്തഡോക്സുകാരാണ് യഥാർത്ഥ സുറിയാനികൾ എന്നവർ പറയും. യാക്കോബായക്കാർ സുറിയാൻ പാരമ്പര്യം അവകാശപ്പെടുന്നെങ്കിലും അവർക്ക് ഡമാസ്കസുമായിട്ടൊരു ബന്ധമുണ്ട്. അവിടുന്ന് വേണം മെത്രാനെ സ്വീകരിക്കേണ്ടതെന്നാണ് യാക്കോബായ സഭയുടെ അഭിപ്രായം. ഓർത്തഡോക്സുകാർ പറഞ്ഞ് അങ്ങനെ വെളിയിൽ നിന്നുള്ള കാര്യമൊന്നും വേണ്ട, ഞങ്ങൾ നോക്കിക്കൊള്ളാം. അപ്പോൾ ഇവിടെ ഒരു ദേശീയത ഇന്ത്യൻ ക്രിസ്ത്യാനികളുടെ, കേരളത്തിലെ ക്രിസ്ത്യാനികളിലുണ്ടായിരുന്നു. അത് മറ്റേ പിന്നെ കുരിശ് പിന്നെ പ്രതിജ്ഞയും അതുപോലെ തന്നെ അത്തരം ചില കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ക്രിസ്ത്യാനികൾ, ഇവിടുത്തെ സുറിയാനി ക്രിസ്ത്യാനികൾ ചരിത്രത്തിൻ്റെ ആരംഭത്തൊട്ടുള്ള ആളുകളാണ്. 52 AD സെൻറ്റ് തോമസ് വന്നു എന്ന് പറയുന്നു. സെൻറ്റ് തോമസ് വന്നു എന്ന് പറയുമ്പോൾ അതിന് ചരിത്രപരമായിട്ട് നമുക്കതിനെ തെളിയിക്കാൻ പറ്റത്തില്ലെങ്കിൽ സെൻറ്റ് തോമസ് എന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ ശിഷ്യൻ അല്ലെങ്കിൽ പോലും എന്തായാലും 52 തൊട്ട് ക്രിസ്തുമതം ഇവിടെ ഉണ്ട്, 52 AD തൊട്ട്. അപ്പോൾ ഇതിന് വലിയ പാരമ്പര്യം പഴക്കമുള്ള ക്രിസ്തുമതമാണ്. അതുകൊണ്ട് തന്നെ അവരാരെയും പിന്നെ ക്രിസ്തുമതത്തിലോട്ട് പിന്നെ മതപരിവർത്തനം നടത്തി അവർ സ്വീകരിച്ചില്ല. പലരും പരിവർത്തനം നടത്തി പോയി. അത് ക്രിസ്തുമതം ഇഷ്ടപ്പെട്ട് പോയവരാണ്. ക്രിസ്തുമതം ഇഷ്ടപ്പെട്ട് അവർക്ക് ആ പ്രാർത്ഥനാ രീതി ഇഷ്ടപ്പെട്ടു, അവരുടെ ദൈവസങ്കല്പം ഇഷ്ടപ്പെട്ടു, ഏകദൈവ വിശ്വാസം ഇഷ്ടപ്പെട്ടു, ബൈബിളിനെ ഇഷ്ടപ്പെട്ടു, അവർ പോയവരാണ്. അതിനകത്ത് ഒരു തെറ്റുമില്ല. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന അതല്ല. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ നടക്കുമ്പോഴാണ് RSS അവരെ കർവാപ്പസി തുടങ്ങിയത്. അപ്പോൾ ഹിന്ദുമതത്തിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിക്കാം, പക്ഷേ ക്രിസ്തുമതത്തിൽ നിന്ന് തിരിച്ച് ഹിന്ദുമതത്തിലേക്ക് വരാൻ പറ്റത്തില്ലെന്നാണ് ചില മതമേലധ്യക്ഷന്മാർ പറയുന്നത്. അതിൻ്റെ സാങ്കത്യം എന്താണ്? ഒരുത്തിന് ക്രിസ്തുമതം സ്വീകരിക്കാനുള്ള അവകാശം എന്തോ ആ അവകാശം വെച്ച് തിരിച്ച് അവന് ഹിന്ദുമതം സ്വീകരിച്ചുകൂടെ? തിരിച്ചു പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ കോന്നി താമസിക്കുന്ന ആളാണ്. കോന്നിയിൽ നിന്ന് എനിക്ക് തിരുവനന്തപുരത്ത് വരാം, തിരിച്ചെനിക്ക് കോന്നിപ്പാനൊക്കത്തില്ല. പട്ടിണിയാണെങ്കിലും തിരുവനന്തപുരത്ത് കിടന്നോണം. ആ പറയുന്നതിനകത്ത് എന്താ അർത്ഥമുള്ളത്? അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും RSSകാർ കർവാപ്പസി ഉപയോഗിക്കും. അങ്ങോട്ട് പോയ ഒരാൾ തിരിച്ചു കൊണ്ടുവരാൻ അവർ ശ്രമം നടത്തും. അതാണ് ഞാൻ പറഞ്ഞത്, അതിനെ നിയമം മൂലം തടയാൻ പറ്റില്ല. കർവാപ്പസി മാത്രം തടയണം, നിയമം മൂലം തടയണമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാർ, രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധി അത് ആവശ്യപ്പെടും, ഇടതുപക്ഷ കക്ഷികളും അത് ആവശ്യപ്പെടും. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങളത് അംഗീകരിക്കണ്ടേ? അപ്പോൾ ഇവിടെ പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചാൽ, ബൈ ഫോഴ്സ് വില പ്രയോഗിച്ചോ സമ്മർദ്ദങ്ങൾ കൊണ്ടോ മതപരിവർത്തനം നടത്തുന്ന ഒരു സ്ഥിതി
തികച്ചും അനാരോഗ്യകരമാണ്. അതിന് തർക്കമുള്ള കാര്യമല്ല. മതം സ്വീകരിക്കണമെങ്കിൽ മതം സ്വീകരിക്കാം. പ്രലോഭിപ്പിച്ച് മതം സ്വീകരിക്കുന്ന സ്ഥിതി ഇപ്പോൾ ആന്ധ്രയിലൊക്കെ ആണെങ്കിൽ ആളുകളെ കാശ് കൊടുത്ത് കൊണ്ടുവന്ന് വരിയായിട്ട് നിർത്തി ഗോദാവരി നദിയിലോ കൃഷ്ണ നദിയിലോ മുക്കി അവനെ അങ്ങോട്ട് ചെന്ന് അവിടെ നദിയിലോട്ട് മുങ്ങിക്കഴിയുമ്പോൾ അവൻ ക്രിസ്ത്യാനിയായി എന്ന് പറയുന്നത്. അങ്ങനെ ക്രിസ്ത്യാനിയാകാൻ പറ്റുന്നത്? ക്രിസ്ത്യാനിയാണ്, അതിൻ്റെ ചട്ടവട്ടങ്ങളില്ലേ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. അത് അപകടകരമായ രീതിയിൽ ഈ പാസ്റ്റർമാർ ഈ മതപരിവർത്തനത്തിനെ ഉപയോഗിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ വലിയ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് കൂട്ടി വായിക്കേണ്ടത് കഴിഞ്ഞ ദിവസം ഭയ്യാജി ജോഷിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. RSSൻ്റെ മുൻ ഭാരവാഹിയാണ്, അത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നാണ്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ ഐശ്വര്യവും സമാധാനവും ആഗ്രഹിക്കുന്നവരെ ഹിന്ദു സംസ്കാരത്തെ തൊടാൻ ശ്രമിക്കരുത്, അതിനെ തകർക്കാൻ ശ്രമിക്കരുത്. ഹിന്ദു സംസ്കാരം എല്ലാവരെയും സ്വാംശീകരിക്കുന്ന ഒരു സംസ്കാരമുള്ള മതമാണ് ഹിന്ദു മതം. അതിനെ തകർത്ത് എങ്ങനെ ഇവിടെ നമുക്കൊരു മതസൗഹാർദ്ദം നിലനിർത്താൻ പറ്റും? ഞാൻ ചോദിക്കുന്നത്, മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യത്ത് നിന്ന് മതപരിവർത്തനം നടത്താനൊക്കൂ? ബുദ്ധമതക്കാർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് നിന്ന് മതപരിവർത്തനം? ബുദ്ധമതക്കാർ ഏറ്റവും വലിയ സമാധാന വിശ്വാസികളാണ്. ബർമയിൽ ഏറ്റവും കൂടുതൽ കൊലപാതകം നടത്തുന്ന ബുദ്ധമതക്കാരാണ്. റോഹിംഗ്യൻ മുസ്ലിങ്ങളും ബുദ്ധമതക്കാരുമായിട്ടാണ് അറ്റാക്ക് നടക്കുന്നത്. ശ്രീലങ്കയിൽ ബുദ്ധമതക്കാരുമായിട്ടാണ് സംഘർഷം നടക്കുന്നത്. അപ്പോൾ ഏത് സമാധാനപ്രേമിയെയും അവസാനം അവരെ വല്ലാതെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ, അവരുടെ നിലനിൽപ്പിനെ ഭീഷണിപ്പെടുത്തുന്ന വിധത്തിൽ കാര്യങ്ങൾ ചെയ്താൽ അതിന് റിയാക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ ഇത്തരത്തിലൊരു മതപരിവർത്തനം നടക്കുന്നതിൻ്റെ കാരണം ക്രിസ്തുമതം വലിയൊരു വെല്ലുവിളി നേരിടുന്നത് കൊണ്ടാണോ? അല്ല, ക്രിസ്തുമതം വെല്ലുവിളി നേരിടുന്നതുകൊണ്ടാണ് അവരുടെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിഞ്ഞത്. നേരത്തെയും കേരളത്തിൽ ഇതുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ LMS സഭയാണെങ്കിലും CSI സഭയൊക്കെ ആണെങ്കിലും ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് അവരാദ്യം പരിവർത്തനം ചെയ്തത് അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട ദളിതരെയും മറ്റ് പിന്നോക്കക്കാരെയാണ്. തിരുവനന്തപുരത്ത് ഒരുപാട് നാടാർ സമുദായത്തിൽപ്പെട്ട ആളുകൾ ക്രിസ്തുമതം സ്വീകരിച്ചില്ലേ. ഒരു വീട്ടിൽ തന്നെ ക്രിസ്തുമത വിശ്വാസികളും ഹിന്ദുമത വിശ്വാസികളും നാടന്മാരുടെ ഇടയിലുണ്ട്. അവരങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പം അത് സ്വീകരിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊന്നും അവരന്ന് ബ്രിട്ടീഷുകാരുടെ സ്വാധീനം ഉപയോഗിച്ചാണ് അവർ ചെയ്തത്. ബ്രിട്ടീഷുകാർ ചെയ്ത ഒരുപക്ഷെ അങ്ങേക്കറിയാം. അന്നത്തെ കാലത്ത് അയ്യങ്കാളിക്ക് 1 ലക്ഷമോ 2 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു മതപരിവർത്തനം ചെയ്താൽ. അത് കൊടുക്കാം, ഈ വില്ലുവണ്ടിക്ക് പകരം ഒരു കാറ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അയ്യങ്കാളി എന്ന് പറഞ്ഞ മറുപടി, ഞാൻ ക്രിസ്തുമതം സ്വീകരിച്ചാൽ ഞാൻ രക്ഷപ്പെടും, പക്ഷേ എൻ്റെ കൂട്ടരോ എൻ്റെ സമുദായക്കാരെങ്ങനെ രക്ഷപ്പെടും? ഞാനല്ലേ രക്ഷപ്പെടും, അതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞ ആളാണ്. മതം പരിവർത്തനം നടത്തിയത് സ്വീകരിച്ചു പോയാലാണ് പൊയ്കയിൽ യോഹന്നാൻ. അദ്ദേഹം പോയി മർത്തോമ സഭയിൽ ചേർന്ന് പള്ളിയിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പള്ളിയിൽ യോഹന്നാൻ സ്ഥാനമൊന്നുമില്ല. യോഹന്നാൻ വിചാരിച്ചത് അമ്പലത്തിലേ ഉള്ളൂ ഈ പ്രശ്നം, പള്ളിയിൽ ചെന്നാൽ അദ്ദേഹത്തിന് റെഡ് കാർപ്പറ്റ് വെൽക്കം കിട്ടുന്നുണ്ടോ പോയത്. അവിടെ ചെന്ന് മനസ്സിലായതൊന്നും നടക്കില്ല. അവസാനം അദ്ദേഹം ബൈബിൾ കത്തിച്ചു. തിരുവല്ല ജംഗ്ഷൻ വെച്ച് ബൈബിൾ കത്തിച്ച് പറഞ്ഞു ദളിതന് അവിടെയും സ്ഥാനമില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഒരു സ്വയം സഭ ഉണ്ടാക്കിയത്. അതാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. അതാണ് ഇരവിപുരത്താണ് അതിൻ്റെ ഇരവിപേരൂരാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. PRDS എന്നറിയപ്പെടുന്നത്. അവർക്കൊരു പ്രത്യേക ആരാധനാ സമ്പ്രദായങ്ങളൊക്കെയാണ് അവർക്കുള്ളത്. ഞാൻ ഈ പറഞ്ഞത് അതുപോലെ തന്നെ കോട്ടയത്ത് തിരുവിതാംകൂറിലെ പല ഭാഗത്തും പറപ്പള്ളിയും പുലപ്പള്ളിയും ഉണ്ട്. പറയര് പോകുന്ന പള്ളി പറപ്പള്ളിയാണ്, പുലയ സമുദായത്തിൽപ്പെട്ടവർ പോകുന്ന പുലപ്പള്ളിയാണ്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ക്രിസ്തുമതത്തിലോട്ട് ചേർന്നവൻ ഇന്നും അവിടെ കേട്ടിട്ടില്ല. അപ്പം അതേ ഒരു മെൻറ്റാലിറ്റിയുള്ള സുറിയാനി ക്രിസ്ത്യാനികൾക്ക് അവരുടെ സഭയിലോട്ട് ആരും ചെല്ലണ്ട, അവർക്ക് വേണ്ട, അവരവരുടെ സഭ അതുപോലെ തന്നെ നിലനിർത്തിപ്പോകാനാണ് ആഗ്രഹിക്കുന്നത്. ക്നാനായ സഭയിലാണെങ്കിൽ അവിടുന്ന് ക്നാനായ സഭയിൽപ്പെട്ട ഒരാൾ മർത്തോമ സഭയിലോ ഓർത്തഡോക്സ് സഭയിലോ കല്യാണം കഴിച്ചാൽ പിന്നെ അവർ ക്നാനായ സഭയിൽ സ്ഥാനമില്ല. അതവരുടെ പ്യൂരിറ്റി ഓഫ് ബ്ലഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ ചെയ്യുന്നൊരു കാര്യമാണ്. ഈ ക്നാനായ സഭ എന്ന് വെച്ചാൽ കാനായിത്തൊമ്മൻ്റെ സഭയാണ്. 355 AD കാനായിത്തൊമ്മൻ ഇവിടെ വന്നത്. ഇവിടെ വന്ന് ആ ബ്ലഡിൽപ്പെട്ട ആളുകളാണ് തങ്ങൾ തെക്കൻ കൂടുകാരും വടക്കൻ കൂടുകാരും എന്നൊക്കെ പറഞ്ഞ് അവർക്കുണ്ട്. അത് പിന്നെ വേറെ, അതിൻ്റെ ചരിത്രം വേറെ. ഞാൻ പറഞ്ഞത് ക്നാനായ സഭയിൽ നിന്ന് വേറൊരു സഭയിലേക്ക് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ ആ പെൺകുട്ടി ക്നാനായ സഭയിൽ നിന്ന് പോയി. അതല്ല, ഒരു ചെറുപ്പക്കാരൻ വേറൊരു സഭയിലേക്ക് പോയി അവിടെ നിന്ന് കല്യാണം കഴിച്ചാൽ ആ സഭയിൽ നിന്ന് പോക്കണം. അപ്പം അത്ര സ്ട്രിക്റ്റാണ്. അവരാരും മതപരിവർത്തനത്തിൽ നിൽക്കുന്നവരല്ല. ഈ മതപരിവർത്തനം, ഈ പണം ഉപയോഗിച്ച് നടന്ന മതപരിവർത്തനം വരുമാന മാർഗമാക്കി മാറ്റിയ ഈ പാസ്റ്റർമാർ ഡെഫിനറ്റായിട്ട് നോർത്ത് ഇന്ത്യയിലെ ഒരു മതസൗഹാർദ്ദത്തെ തകർക്കാൻ ഒരുപാട് ശ്രമം നടത്തുന്നുണ്ട്. അതേസമയം തന്നെ കത്തോലിക്ക സഭയും അതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭയൊക്കെ ഗുജറാത്തിലടക്കം പല സംസ്ഥാനങ്ങളിലും നല്ല ഒന്നാം തരം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. അവരൊക്കെ അവിടെ പഠിച്ച കുട്ടികളൊക്കെ അവരുടെ ടീച്ചർമാരെയും അവിടുത്തെ സ്കൂൾ മേധാവികളൊക്കെ വളരെ ബഹുമാനത്തോടാണ് കാണുന്നത്. അപ്പോൾ വിശ്വാസത്തെ തൊട്ട് ഇത്തരം കാര്യങ്ങൾ മതപരിവർത്തനം ഒരു പ്രോഗ്രാമായിട്ട് എടുത്ത് നടത്തുന്നത് എന്തായാലും ക്രിസ്ത്യാനികൾക്ക് ഭൂഷണമല്ല. അത് കാലക്രമത്തിൽ അത് സംഘർഷത്തിലേക്കും
കലാപത്തിലേക്ക് വഴിതെളിക്കുകയുള്ളൂ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നിർത്തിവെച്ച് സ്വയം മതം സ്വീകരിച്ച് വരുന്നവരെ സ്വീകരിക്കത്തക്ക വിധത്തിൽ ഒരു നിലപാട് സഭകൾ തീരുമാനിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഇക്കാര്യത്തിലുള്ള അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.